ഇപ്പോഴും അയാളെ ഇറക്കി വിട്ടിട്ടില്ലല്ലോ. അയാള് ആനന്ദൻ മാഷിനെ കാണാൻ വേണ്ടി പോയതല്ലേ, തിരിച്ചു വരുമായിരിക്കും. പക്ഷേ തിരിച്ചു വന്നാലും അയാളെ എന്റെ മക്കള് വീട്ടിൽ നിർത്തില്ല വർഷേ. ആ മനുഷ്യനെ എത്രയും വേഗം എങ്ങോട്ടെങ്കിലും മാറ്റിയിരിക്കണമെന്ന് ഞാൻ തന്നെ അവർക്ക് അന്ത്യശാസനം നൽകിയത്. അവരാണെങ്കിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലുവാ. ശേഖരനെ അന്വേഷിച്ച് വന്നവര് ഇനി എപ്പോ വരുമെന്ന് പറഞ്ഞേ? അവരെപ്പോ വേണമെങ്കിലും വരും, നമ്മൾ വിളിച്ചാ മതി. അവരുടെ കാർഡ് എന്റെ കയ്യിലുണ്ട്. പിന്നെ സോന അല്ലാതെ വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പ്രതിഭയാണെങ്കിൽ കുളിക്കുമായിരുന്നു. ആന്റി, ഇപ്പോഴും ദൈവം ആന്റിയുടെ കൂടെ തന്നെ. ബിഗ് ടിക്കറ്റ് അടിച്ചത് ശേഖരനാണെങ്കിലും 20 കോടി വാങ്ങാൻ പോകുന്നത് ആന്റി ആയിരിക്കും. ഓ ഈശ്വരാ, നിന്റെ നാവ് പൊന്നാവട്ടെ ഹർഷേ. ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതെനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഹർഷേ. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോഴും ശേഖരന്റെ നിയമപരമായ ഭാര്യ സുശീലന്റെ തന്നെയാണല്ലോ അല്ലേ? അതെ, ഞാൻ തന്നെയാ. വേറെ ഏതെങ്കിലും ഒരുത്തി അവകാശം ചോദിച്ചോണ്ട് വന്നാ ചൂലെടുത്തടിക്കും ഞാൻ. അങ്ങനെ ആരും വരാൻ സാധ്യതയില്ല ആന്റി. അതുകൊണ്ട് ശേഖരന്റെ സ്വത്തുക്കൾക്കല്ല അവകാശി ആന്റി തന്നെയായിരിക്കും. പക്ഷേ എന്താ ഹർഷേ, ലോട്ടറി അടിച്ചെന്നറിഞ്ഞ അയാൾ എന്നെ വേണ്ടെന്ന് വെക്കുവോ? അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ആന്റിയുടെ മക്കള് ആന്റിയെ തെറ്റായി വിലയിരുത്തും. എന്ന് വെച്ചാ അമ്മ ഇതുവരെ ശത്രുവായിട്ട് കണ്ട മനുഷ്യനെ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വീണ്ടും സ്വീകരിച്ചു എന്ന് പറയും. ചിലപ്പോ അയാളെ ആന്റിയിൽ നിന്ന് അകറ്റാനും ശ്രമിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഇന്ദ്രനെ പേടിയുള്ളൂ. ബാക്കി രണ്ടാളും എന്റെ കൂടെ നിൽക്കും, ഞാൻ നിർത്തും. പക്ഷേ ഇന്ദ്രനെ അനുപമ വിലക്കും, അതൊരു പ്രശ്നോ? അതിനൊരു വഴിയുണ്ട് ആന്റി. ശേഖരന് ബിഗ് ടിക്കറ്റ് അടിച്ച കാര്യം തൽക്കാലം ആരും അറിയരുത്. അതിനു മുമ്പ് തന്നെ അയാളെ ആന്റി വീട്ടിലെത്തിക്കണം. എന്നാ ആന്റി പെട്ടെന്ന് ചുവട് മാറ്റിയതായി ആർക്കും തോന്നാനും പാടില്ല. ഞാൻ പറയുന്നത് ആന്റിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ഹർഷേ, എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ പോട്ടെ. ഓ ശരി ശരി. കഴിക്ക് ശേഖര, ഹനുമ വിളമ്പി കൊടുക്ക്. യോ വേണ്ട ഭാനുമേ, വയറ് നിറഞ്ഞു, മനസ്സും. ഇനി എനിക്ക് ഓണം ആഘോഷിക്കണമെന്ന് പോലുമില്ല. ഭാനുമേ അനുമോളും വിളമ്പെത്തുന്ന ആഹാരം മാഷിന്റെ കൂടെ ഇരുന്ന് കഴിച്ചപ്പോ ഒരു ഓണസദ്യ ഉണ്ടതിന്റെ സന്തോഷം എനിക്ക്. ഇതിലപ്പുറം എനിക്കിനി ഒന്നും വേണമെന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം പങ്കുവച്ചത് മാത്രമാണ് ശേഖര. ഇതിന്റെ പേരിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം ശേഖരൻ മാറ്റിവെക്കൊന്നും വേണ്ട. അച്ഛാ, ഇതൊക്കെ അതിന്റെ ഒരു തുടക്കമായിട്ട് കണ്ടാ മതി. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ഓണം നമ്മൾ ആഘോഷിച്ചിരിക്കും. അത് എവിടെ വെച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ തീരുമാനം ആവേണ്ടതുള്ളൂ. ഇനി ഞാൻ പായസം വിളമ്പാ. ശേഖരന് നല്ലോണം വിളമ്പി കൊടുക്കും ഭാനുമേ. മതി മതി. ഭാനുമേ, അച്ഛന് കുറച്ചു മതി കേട്ടോ. വല്ലപ്പോഴും കൂടിയല്ലേ, കഴിക്കട്ടെ. കുറച്ചുകൂടെ ആയിക്കോട്ടെ. ലേശം. മതി 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 മതി. മക്കളൊന്നും കഴിച്ചില്ലല്ലോ? അവര് ഞങ്ങളുടെ ഒപ്പം കഴിക്കും അച്ഛാ. രണ്ടുപേരും നല്ല ഉറക്ക. ഭാനുമ്മയുടെ സദ്യ അസലായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ അല്ലേ ശേഖര? ഗംഭീരം തന്നെ.
ഒരു സംശയമില്ല. അത്യാവശ്യം നന്നായി പാചകം ചെയ്യുന്ന ആളാ ഞാനും. പക്ഷേ ഇതിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. അയ്യോ, അതിനു മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മനസ്സറിഞ്ഞുണ്ടാക്കിയതിന്റെ ആവും. അതെ, ഇന്നെല്ലാം ഭാനുമ ഒറ്റയ്ക്കാ ചെയ്തത്. എനിക്കൊരു ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ ഭാനുമയ്ക്കുള്ളതാ.